നമ്മുടെ നവീൻ ബാബുവിന്റെ ആത്മഹത്യ സംബന്ധിച്ച കേസിലെ പ്രതി പി ദിവ്യയെ CPM പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിവ്യയുടെ ഭാഷയിൽ അവരുടെ പാഠപുസ്തകത്തിലെ ഹീറോ അവർക്കെതിരായിട്ട് വളരെ കർക്കശമായ നിലപാടെടുത്തു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. കോഴിക്കോട്, കണ്ണൂർ CPM ജില്ലാ സമ്മേളനങ്ങളിൽ നടന്ന ചർച്ച, അതിന് മറുപടിയായി മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, അതുതന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട്, ഇതിലെ ചില പരാമർശങ്ങൾ, ഇതൊക്കെയാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണങ്ങൾ. പി ദിവ്യ ഇപ്പോ CPMന്റെ ഒരു സാധാരണ അംഗം മാത്രമാണ്. കഴിഞ്ഞ ദിവസം സമാപിച്ച കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ അവരൊരു പ്രതിനിധി പോലും ആയിരുന്നില്ല. പക്ഷേ സമ്മേളനത്തിന്റെ ചർച്ചകളിൽ ഒരു നല്ല ശതമാനം സമയം പി ദിവ്യയെ കുറിച്ചുള്ളതായിരുന്നു. മറ്റ് പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇതൊരു പ്രധാന വിഷയമായിട്ട് കണ്ണൂരിൽ മാറി. പി ദിവ്യക്കെതിരെ പാർട്ടി എടുത്ത നടപടിയെക്കുറിച്ച് പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളില് അതിശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മറ്റ് ജില്ലാ സമ്മേളനങ്ങളിൽ ഇത് ചർച്ചാ വിഷയമായില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഈ 3 ജില്ലകളില് വളരെ ശക്തമായ തോതിൽ ദിവ്യയെ അനുകൂലിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. പത്തനംതിട്ട നവീൻ ബാബുവിന്റെ സ്ഥലമാണ്. അതുതന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ദിവ്യക്കെതിരായിട്ടുള്ള വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിരുന്നു. പിന്നീട് കോഴിക്കോട്, കണ്ണൂരിന്റെ അയൽ ജില്ല, പിന്നീട് കണ്ണൂര്. ഈ സമ്മേളനങ്ങളാണ് ദിവ്യക്കെതിരായിട്ട് എടുത്ത നടപടി ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ശക്തമായ വാദങ്ങൾ ഉയർന്നത്. അവരൊക്കെ പറഞ്ഞത്, അതായത് ദിവ്യയെ അനുകൂലിച്ചവരൊക്കെ സംസാരിച്ചത് മാധ്യമ വിചാരണയുടെ സമ്മർദ്ദത്തില്, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടൊരു ജനവികാരം മാധ്യമങ്ങളിലൂടെ ഉണ്ടായതുകൊണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ഒരു നടപടി എടുത്തത്. അതൊരു ശരിയായ തീരുമാനമായിരുന്നില്ല എന്ന് ഈ 3 ജില്ലകളിലെ ഒരു വിഭാഗം പ്രതിനിധികൾ അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. കോഴിക്കോടും കണ്ണൂരും നടത്തിയ മറുപടി പ്രസംഗങ്ങളില് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിമർശനങ്ങൾക്ക് ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടിയാണ് നൽകിയത്. ദിവ്യയെ താൽക്കാലികമായി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഈ നടപടി, താൽക്കാലികമായ എന്ന വാക്ക് വളരെ ബോധപൂർവമാണ് ഉപയോഗിക്കുന്നത്. ഈ നടപടി വളരെ ആസൂത്രിതമായിരുന്നുവെന്ന് കോഴിക്കോടും കണ്ണൂരിലും നടന്ന ചർച്ചകള്, അതിനുണ്ടായ മറുപടി, ഇതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. കോഴിക്കോടും കണ്ണൂരും ദിവ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സംസാരിച്ചത് കൂടാതെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ, അതായത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി പരാമർശിക്കുന്ന ഭാഗത്ത് അത് തയ്യാറാക്കിയ MP ജയരാജൻ ദിവ്യക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ, അല്ലെങ്കിൽ കുറ്റാരോപണങ്ങൾ തന്നെയാണ് ഉയർത്തിയത്. ദിവ്യയ്ക്ക് വലിയ തോതിലുള്ള വീഴ്ച സംഭവിച്ചുവെന്നാണ് കോഴിക്കോട് സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്. അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവർക്ക് ഈ പരാതി ഉന്നയിക്കാവുന്ന ഇടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയല്ല അവരത് ഉന്നയിച്ചത്. അവര് ക്ഷണിക്കാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രസംഗം നടത്തിയത് ശരിയായ നടപടിയല്ല. അത് മാത്രമല്ല, ഒറ്റയ്ക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലിയാണ് ഇവിടെ ദിവ്യ എടുത്തത്. ഇത് പാർട്ടിപരമായിട്ട് ശരിയല്ല. അവർക്കെതിരെ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടായത്. ആ തീരുമാനത്തിൽ യാതൊരു വീഴ്ചയോ പിശകോ സംഭവിച്ചിട്ടില്ല. ഇതായിരുന്നു കോഴിക്കോടെ പിണറായി വിജയന്റെ പ്രസംഗം. കണ്ണൂർ ജില്ലയുടെ പ്രവർത്തന റിപ്പോർട്ടിലും ഏതാണ്ട് ഇതേ ആക്ഷേപങ്ങൾ തന്നെയാണ് MP ജയരാജൻ ഉന്നയിച്ചിരുന്നത്. അതായത് ക്ഷണിക്കപ്പെടാത്ത സ്ഥലത്ത് പോയിട്ട് ദിവ്യ നടത്തിയ ഒരു പ്രസംഗം അതൊട്ടും ശരിയായിരുന്നില്ല. അത് പാർട്ടിയുടെ രീതികൾക്ക് യോജിച്ചതല്ല. അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായപ്പോൾ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യക്കെതിരെ നടപടി ഉണ്ടായത്. അത് മാത്രമല്ല, പ്രതിനിധി സമ്മേളനത്തിന്റെ ആദ്യ ദിവസം അനുശോചന പ്രമേയം അവതരിപ്പിക്കുമ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന പ്രമേയവും ഉണ്ടായി എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ണൂരിലെ ചർച്ചയിലും ദിവ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായി. അതിനും പിണറായി വിജയൻ, സ്വന്തം ജില്ലയാണല്ലോ, അവിടെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് അദ്ദേഹം തന്നെയാണല്ലോ. അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗത്തിൽ അതിന് അതിശക്തമായ ഭാഷയിൽ തന്നെ, വേണമെങ്കിൽ കർക്കശം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ദിവ്യയെ പിണറായി വിജയൻ വിമർശിച്ചത്. ഒരു യാത്രയപ്പ് സമ്മേളനത്തിലെത്തിയിട്ട് ഇത്തരത്തിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. നമുക്കതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു പാർട്ടി കേഡർ ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെയല്ല ഇടപെടേണ്ടത്.
കോഴിക്കോട് പറഞ്ഞ ഒരു കാര്യം ഇവിടെയും പിണറായി വിജയൻ ആവർത്തിച്ചു. അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അവർക്ക് ഇത് സംബന്ധിച്ച പരാതി, അതായത് നവീൻ ബാബുവിനെതിരെയുള്ള പരാതി, NOCയുമായി ബന്ധപ്പെട്ട പമ്പിനുള്ള NOCയുമായി ബന്ധപ്പെട്ട പരാതി, അത് ഉന്നയിക്കാൻ വേറെ വേദികൾ ഉണ്ടായിരുന്നു. അത് ഉപയോഗിക്കാതെ ക്ഷണിക്കാതെ ചെന്ന ഒരു സ്ഥലത്ത് ഒരു യാത്രയപ്പ് യോഗത്തിൽ അവര് ഇത്തരത്തിൽ പ്രസംഗിച്ചത് ശരിയായില്ല. ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകൾക്ക് അവര് അതിന്റെ ഫലം അനുഭവിച്ചേ പറ്റൂ എന്നാണ് പിണറായി വിജയൻ ആ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയതിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ പാർട്ടിക്ക് യാതൊരു തെറ്റും സംഭവിച്ചിട്ടുമില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ MV ജയരാജൻ പറഞ്ഞ ഒരു കാര്യം ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ നടത്തിയ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തുള്ള പരാമർശമാണ് ADM നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണമായത് എന്നുള്ളത് സത്യമാണ്. ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത്. അതിലല്ല സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് MV ജയരാജൻ തെറ്റ് ചെയ്താലും MV ജയരാജന്റെ പേരിൽ കേസെടുക്കും, പിന്നെ സംഘടനാപരമായ നടപടിയെടുക്കും. ADMന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത്. ഇതാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. വാസ്തവത്തിൽ ഈ പ്രസ്താവന CPM ജില്ലാ സെക്രട്ടറിയുടെ ഈ പരാമർശം, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി നടത്തിയ ഒരു അന്വേഷണത്തിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ഈ കാര്യങ്ങൾ, അതായത് ദിവ്യയുടെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തെ പരാമർശമാണ് ADMന്റെ ആത്മഹത്യ കാരണമായത് എന്ന പ്രസ്താവന വാസ്തവത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന കേസിൽ, അതായത് ദിവ്യക്കെതിരായിട്ടുള്ള കേസിൽ, നവീൻ ബാബുവിന്റെ ആത്മഹത്യ, അതിലെ ആത്മഹത്യ പ്രേരണാ കുറ്റം, അതാണല്ലോ ദിവ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ആ കേസിൽ ഈ പ്രസ്താവന, ജയരാജന്റെ പ്രസ്താവന, CPMന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്ന രൂപത്തിൽ നടത്തിയ ഈ പ്രസ്താവന ഒരു പ്രധാനപ്പെട്ട തെളിവല്ലേ? ഇത് പറഞ്ഞ MV ജയരാജൻ ഈ കേസിൽ ഒരു പ്രധാന സാക്ഷിയാവേണ്ടതല്ലേ? അങ്ങനെ സംഭവിക്കുമോ? കേസിന് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ കേസ് അന്വേഷണം CBIക്ക് വിടുന്നില്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ എന്ന കേസ് മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞത് നടക്കുമോ? ജയരാജൻ സാക്ഷിയാവുമോ? ജയരാജൻ കോടതിയിൽ വന്ന് മൊഴി പറയുമോ? ദിവ്യക്കെതിരായിട്ട് മൊഴി നൽകുമോ? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. കോഴിക്കോട് കണ്ണൂർ ജില്ലാ സമ്മേളനങ്ങളെ പറ്റി പറയുമ്പോൾ അവിടെ നടന്ന ചർച്ചകൾ, മുഖ്യമന്ത്രിയുടെ മറുപടി, അതുപോലെ തന്നെ ജയരാജന്റെ ജില്ലാ പ്രവർത്തന റിപ്പോർട്ട്, ഇതൊക്കെ വായിച്ചാൽ നമുക്ക് എന്താണ് തോന്നുക പ്രത്യക്ഷത്തിൽ? അതായത് ദിവ്യ തെറ്റുകാരിയാണെന്ന് പാർട്ടി സമ്മതിക്കുന്നു. രണ്ടാമത് ദിവ്യയെ പാർട്ടി തള്ളിപ്പറയുന്നു. മൂന്നാമത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് CPM ആഗ്രഹിക്കുന്നു. ഇതൊക്കെയല്ലേ നമുക്ക് തോന്നുക പ്രത്യക്ഷത്തില്. പക്ഷേ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം ശരിയാണ് എന്ന അതിശക്തമായ സംശയങ്ങളാണ് ഉണ്ടാവുക. CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആദ്യം എടുത്തിരുന്ന നിലപാട് എന്തായിരുന്നു? ദിവ്യയുടെ പ്രസംഗം സതുദ്ദേശപരമായ ഒരു വിമർശനം മാത്രമായിരുന്നു എന്നാണ്. അതിൽ നിന്ന് ദിവ്യ തെറ്റുകാരിയാണ്, ദിവ്യയ്ക്ക് തെറ്റു സംഭവിച്ചു എന്ന സമ്മതിക്കലിലേക്ക് പാർട്ടി, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ സമ്മേളനം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതാണ് പ്രധാനം, ഇവരൊക്കെ എത്തുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? രണ്ട് പ്രധാന കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഉണ്ടായ വിമർശനം. ദിവ്യക്കെതിരെ നടപടിയെടുത്തതിന്റെ പേരില് പാർട്ടിക്കെതിരെ, പാർട്ടി കമ്മിറ്റികൾക്കെതിരെ ഉണ്ടായ വിമർശനം, ആ വിമർശനത്തിൽ നിന്ന് രക്ഷ നേടുക. നമുക്കറിയാം, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഈ തീരുമാനം എടുത്തതെങ്കിലും, അതായത് ദിവ്യയെ തരം താഴ്ത്തിക്കൊണ്ടുള്ള തീരുമാനം. പക്ഷെ അതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് സാക്ഷാൽ പിണറായി വിജയനാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയാണ്. അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് ദിവ്യക്കെതിരെ സംഘടനാപരമായിട്ട് ഉണ്ടായത്. അപ്പൊ ഈ സമ്മേളനങ്ങളില് അതിശക്തമായിട്ട് വിമർശിക്കപ്പെടുമ്പോൾ, ദിവ്യക്കെതിരെ നടപടിയെടുത്തതിനെ, പാർട്ടിയുടെ തീരുമാനത്തെ വിമർശിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. ആർക്കൊക്കെ? പിണറായിക്ക് രക്ഷപ്പെടണം, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് രക്ഷപ്പെടണം, അതുപോലെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒപ്പമാണ് എന്ന് പറഞ്ഞ് ദിവ്യയെ വിമർശിച്ച പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് രക്ഷപ്പെടണം. ജില്ലാ സമ്മേളനങ്ങൾ കഴിയുന്നതേ ഉള്ളൂ. ഇനി സംസ്ഥാന സമ്മേളനം വരിക.
അവിടെ ഈ വിമർശനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും എടുത്ത ഈ തീരുമാനത്തിനെതിരെ ഒരു വിമർശനത്തിന്റെ നേരിയ ലാഞ്ചന പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചവരുടെ നാവടപ്പിച്ചുകൊണ്ട് നമ്മുടെ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഒരു നിലപാട് എടുത്തത്. രണ്ടാമത്തെ കാരണം കുറച്ചുകൂടെ ഗൗരവകരമാണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഈ കേസിന്റെ അന്വേഷണത്തിന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഓഫീസിനെയും വലിച്ചിഴച്ചു. അത് ചെയ്തത് ആരാ? ഈ ദിവ്യയ്ക്ക് വേണ്ടി നടത്തിയ ചില കാര്യങ്ങളാ. ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പ്രശാന്തൻ കൊടുത്ത ഒരു പരാതി, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി, നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് ശേഷം പഴയ തീയതി വെച്ചുകൊണ്ട് കൊടുത്തൊരു പരാതിയില്ലേ? അത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കണ്ണൂരിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട ആളാണ് അത് ചെയ്തതെന്ന് തെളിഞ്ഞു. അത് ജനങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചു. അതും പുറത്തു വന്നു. ഈ പരാതി കണ്ണൂരിൽ ദിവ്യയുമായി അടുത്ത ആളുകൾ, പ്രശാന്തനും കൂട്ടരും മാധ്യമങ്ങൾക്ക് നൽകി. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതുവരെ ഈ ആരോപണത്തെ, അതായത് പാർട്ടി ഓഫീസിൽ തയ്യാറാക്കിയ വ്യാജ പരാതി, കള്ളപ്പരാതിയാണ് ഇതെന്നുള്ളത്, ഇത് തയ്യാറാക്കിയത് പാർട്ടി നേതാവാണെന്നുള്ളത് ഇതുവരെ ആരും അതിനെ എതിർത്തിട്ടില്ല, അതിനെ നിഷേധിച്ചിട്ടില്ല. അപ്പൊ അതവിടെ കിടക്കുക. അപ്പോ ഇക്കാര്യത്തിൽ CPM-ന്റെ പാർട്ടി ഓഫീസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും തുറന്നു കാട്ടപ്പെട്ടു. അതിലുള്ള നീരസം, അതിലുള്ള ക്ഷമിക്കാൻ പറ്റാത്ത ഇഷ്ടക്കേടാണ് പിണറായി വിജയന്റെ ഈ 2 സമ്മേളനങ്ങളിലെ പ്രസംഗങ്ങളില് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ CBI-യുടെ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. ആദ്യം ഹൈക്കോടതിയിലെ കൊടുത്ത ആ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളി. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലാ. എന്തുകൊണ്ടാണ് CPM അല്ലെങ്കിൽ ഗവൺമെന്റ് CBI അന്വേഷണത്തെ എതിർക്കുന്നത്? അത് ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു ഉദ്ദേശവും തന്നെയാണ്. ദിവ്യയെ രക്ഷിക്കുക, പാർട്ടിയുടെ പ്രധാനപ്പെട്ട കേഡറാണ്, അവരെ രക്ഷിക്കുക. രണ്ടാമത് മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് AKG സെന്ററും അന്വേഷണ പരിധിയിൽ വരാതിരിക്കാൻ നോക്കുക. CBI വന്നാൽ AKG സെന്ററിന്റെ വാതിൽക്കൽ വന്ന് മുട്ടും ഈ കള്ളപ്പരാതിയുടെ ഉറവിടം അന്വേഷിച്ച്. അതും കഴിഞ്ഞാൽ നേരെ സെക്രട്ടേറിയറ്റില് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാതിലിൽ മുട്ടും ഈ കള്ളപ്പരാതി സംബന്ധിച്ച്. അതൊഴിവാക്കണം. അതിനുവേണ്ടിയാണ് CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് സർക്കാർ അതിശക്തമായ നിലപാടെടുത്തത്. ദിവ്യയ്ക്ക് തെറ്റുപറ്റിയെന്ന് CPM ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹമെങ്കിൽ 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒന്ന്, പ്രശാന്തൻ നൽകി എന്ന് പറയുന്ന വ്യാജ പരാതി, അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? ആരാണ് തയ്യാറാക്കിയത്? എവിടെ വെച്ചാണ് തയ്യാറാക്കിയത്? എന്നിട്ട് എന്തു ചെയ്തു? ഇത് തെളിയണം. രണ്ടാമത്, ഈ പെട്രോൾ ബങ്കിന് NOC ലഭിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ADM നവീൻ ബാബുവിന്റെ മേൽ ഇത്രയും ശക്തമായ സമ്മർദ്ദം ചെലുത്തി? പോയി സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഉടനെ റിപ്പോർട്ട് കൊടുക്കണം, അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. എന്തിനായിരുന്നു ഈ സമ്മർദ്ദം? പിന്നീട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എടുത്ത നിലപാട്, നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി നിന്നുവെന്നാണല്ലോ. അങ്ങനെയാണോ? വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രതിനിധിയും നവീൻ ബാബുവിന്റെ വീട്ടിൽ പോവുകയോ അവരുമായി സംസാരിക്കുകയോ കേസിന്റെ വിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഏത് ഹൈക്കോടതിയിൽ ആദ്യം കേസ് കൊടുത്തതിന് ശേഷം. എന്താണ് ഇതിന് കാരണം? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മറ്റൊരു കൊട്ടേഷൻ ഏറ്റെടുത്തതായിരുന്നു നമ്മുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. അതായത് എങ്ങനെയെങ്കിലും നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകുന്നത് തടയുക. ആ കൊട്ടേഷൻ ആയിരുന്നു അതെന്ന കാര്യത്തിൽ എന്താ സംശയം? കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഉദയഭാനുവിനെ മുഖ്യമന്ത്രി വിമർശിച്ചു. ഏൽപ്പിച്ച കൊട്ടേഷൻ കൃത്യമായിട്ട് നടക്കാതിരുന്നതിന്റെ പേരിലായിരുന്നു അതെന്ന കാര്യത്തിൽ എന്താണ് സംശയം? അപ്പൊ ഇതന്വേഷിക്കണം, ഇതെങ്ങനെ സംഭവിച്ചു? പിന്നീട് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട ധാരാളം ദുരൂഹതകൾ, അതിന്റെ അവ്യക്തത മാറണം. മറ്റൊന്ന്, പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് കുടുംബം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് അവിടെ നടത്തി എന്നുള്ളത്. മലബാറിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട MLA, CPM-ന്റെ എല്ലാ കള്ളത്തരങ്ങളും ഉള്ളുകള്ളികളും അറിയാവുന്ന ഒരു MLA അന്ന് രാത്രി മഞ്ജുഷയെ വിളിച്ചു പറഞ്ഞതാ,
യാതൊരു കാരണവശാലും പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത്. നടത്തിയാൽ എന്ത് സംഭവിക്കുന്ന ആ നേതാവിന് അറിയാമായിരുന്നു. അവര് മഞ്ജുഷയെ വിളിച്ചു പറഞ്ഞതാ. പിന്നീട് ഈ മൃതദേഹം ദഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം വലിയ തിടുക്കത്തിലാണ് ചെയ്തത്. ആ തിടുക്കത്തിന്റെ പിന്നിൽ ആരുടെയെങ്കിലും പ്രേരണ ഉണ്ടായിരുന്നു? ഇത്തരം വിഷയങ്ങളിൽ വ്യക്തത കൈവരണമെങ്കിൽ മാത്രമേ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കൂ. ഇത് സംബന്ധിച്ച ഗൂഢാലോചനയുടെ ചുരുളുകൾ അഴിയുകയുള്ളൂ. കോഴിക്കോട്, കണ്ണൂർ ജില്ലാ സമ്മേളനങ്ങളിൽ നടത്തിയ മറുപടി പ്രസംഗങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടല്ലോ. അവസാനം ദിവ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാട്, അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ CPM ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ മഞ്ജുഷയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിലുണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ സിംഗിൾ ബെഞ്ചിൽ പറഞ്ഞു വന്ന വ്യത്യസ്തമായിട്ട് CBIയുടെ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ല എന്ന് പറയാൻ തയ്യാറാവുമോ? അങ്ങനെ പറയിപ്പിക്കാൻ CPM തയ്യാറാവുമോ? എങ്കിൽ മാത്രമേ ഈ കേസിൽ നീതി സംഭവിക്കുകയുള്ളൂ. അതിനുള്ള സാധ്യത ഒട്ടുമേയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവരും പറഞ്ഞു, ദിവ്യ ഒതുക്കി തള്ളി പറഞ്ഞു, രാഷ്ട്രീയമായ അവരുടെ ഭാവി തീർന്നു എന്നൊക്കെ. പക്ഷെ അപ്പോഴും പിണറായി വിജയന്റെ ഒരു വാക്കുകൾ മറക്കണ്ട. തെറ്റുകൾ തിരുത്തി ഇനിയും തിരിച്ചു വരാവുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാഠപുസ്തകത്തിലെ ഹീറോ പ്രിയപ്പെട്ട കേഡറിനെ പറ്റി അതാ പറഞ്ഞത്. ഇനിയും തിരിച്ചു വരാം, സമയമുണ്ട്. അത് ഇതൊരു താൽക്കാലികമായ നിലപാട് മാത്രമാണ് CPMന്റെ ദിവ്യയെ തള്ളി പറഞ്ഞുകൊണ്ടുള്ളത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ ഒന്ന് കടന്നു കിട്ടണം ആ കടമ്പകള്. അതിനുവേണ്ടിയുള്ള ഒരു നിലപാടാ. നവീൻ ബാബുവിന്റെ മരണം അല്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം, കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊലപാതകമാണെന്നാണ്. അത് തെരഞ്ഞെടുപ്പിലൊരു പ്രശ്നമാകരുത്. അതിനുവേണ്ടിയാ. യാതൊരു സംശയവുമില്ല. പാർട്ടി തീരുമാനിച്ച ഒരു സമയപരിധി കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ അല്ലെങ്കിൽ അഗ്നിശുദ്ധി വരുത്തി, ഈ അഗ്നിശുദ്ധി എന്ന് പറയുന്നത് സിംഗിൾ ഇൻവെർട്ടർ കൊമയില, അങ്ങനെ ദിവ്യ തിരിച്ചു വരിക തന്നെ ചെയ്യും. പാഠപുസ്തകത്തിലെ ഹീറോ അത് ഉറപ്പാക്കും, യാതൊരു സംശയവും വേണ്ട.